ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ പൂത്തിരിയാണ് പൊട്ടിക്കുന്നത് കേട്ടോ. ദേ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി 12 മണിക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമല്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ പൂത്തിരിയാണ് പൊട്ടിക്കുന്നത്. ഈ പൂത്തിരി കഴിഞ്ഞാലേ പിന്നെ അടുത്ത പൂത്തിരി പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. കുറേ പൂത്തിരി ഉണ്ടായിരുന്നോണ്ട് തന്നെ നമ്മളെല്ലാവരും 5 എണ്ണം വെച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 3 പൂത്തിരി പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പടക്കം പൊട്ടിക്കൽ ചടങ്ങിലോട്ട് പോകാം. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ പൂത്തിരി ആയിരുന്നു പടക്കം എന്നാണ്. പക്ഷെ എനിക്ക് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പടക്കം എന്ന് വേറെയും പൂത്തിരി വേറെയുമാണ്. നമുക്ക് പടക്കം പൊട്ടിക്കാം കേട്ടോ. ആദ്യത്തെ പടക്കം പൊട്ടിച്ചത് നമ്മുടെ അഫ്രാക്കച്ചിയായിരുന്നേ. ഈ പടക്കം കറങ്ങി പൊട്ടുന്നൊരു പടക്കമായിരുന്നു കേട്ടോ. ആദ്യം പഠിച്ച പടക്കം ഞങ്ങൾ 2-3 എണ്ണം പൊട്ടിച്ചു കേട്ടോ. രണ്ടാമത്തെ പടക്കമാണിത് ഈ പടക്കം. ഇതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പൊട്ടിക്കുമ്പോൾ കാണാൻ. എല്ലാ പടക്കം പൊടിച്ചൊന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പറ്റുന്നത്ര നമ്മൾ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തെ പടക്കം പൊടിച്ചത് അച്ചുവായിരുന്നു കേട്ടോ. ആദ്യം പൊടിച്ച പടക്കം ഇല്ലേ, അതേപോലത്തെ പടക്കമാണ് ഇത്. അവൻ പൊട്ടിച്ച പടക്കം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ പുറകെ തന്നെ പടക്കം ഉണ്ടായിരുന്നേ. ദേ കണ്ടോ. അങ്ങനത്തെ ഈ പടക്കം പൊട്ടിക്കുന്ന ഞാനും ഐഫാക്കച്ചിയും അഫ്രാക്കച്ചിയും കൂടെ ആയിരുന്നു കേട്ടോ. ഈ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കളർഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം ഒരു ഓറഞ്ച്, പിന്നെ ഒരു ഗ്രീന്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല, പറയാൻ തന്നെ മനസ്സിലാവുന്നില്ല. ഇത് പടക്കം പഠിച്ചത് അഫ്രാക്കച്ചി എക്സാമായും കൂടെ ആയിരുന്നു കേട്ടോ. ഇത് മറ്റേ നമ്മുടെ കറങ്ങുന്ന പടക്കമാണേ. ഈ പടക്കം നമ്മുടെ അടുത്തോട്ടൊന്നും കറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അച്ചു പൊട്ടിച്ച പടക്കം മാത്രമായിരിക്കാം അടുത്തോട്ട് കറങ്ങി വന്നത്. പൊട്ടിച്ചപ്പോൾ തന്നെ അഫ്രാക്കച്ചി ബാക്കിലോട്ട് ഓടി കേട്ടോ. വീഡിയോയിൽ എല്ലാ പടക്കമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പൊട്ടിക്കുന്ന പടക്കമാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പടക്കം. ബാറ്ററിയുടെ വലുപ്പമാണ് കേട്ടോ ഇതിന്. നമ്മുടെ വലിയ ബാറ്ററി ഇല്ലേ, അതേ കൂട്ടാണ് ഇതിരിക്കുന്നത്. ഞങ്ങൾ പൊട്ടിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടക്കം ഇതായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു ഇത്. പിന്നെ ഞങ്ങളുടെ അവസാനത്തെ 2 പൂത്തിരിയും കൂടെ പൊട്ടിക്കാൻ പോവാണേ. ഞങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ആദ്യം കത്തിക്കുക, എന്നിട്ട് അവസാനം ഞാൻ കത്തിക്കാം. അങ്ങനെ ഞാൻ കത്തിച്ചപ്പോൾ വേണ്ട അക്കച്ച് കൊണ്ടുവരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവസാനം കത്തിക്കാന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ അറിയാമോ? അവസാനം കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തീരുമ്പോഴത്തേക്കും നമ്മുടെ കത്തി കിടക്കും. അതാണ് ഞാൻ അവസാനം കത്തിക്കാന്ന് പറഞ്ഞത്. വീഡിയോയ്ക്കകത്ത് മാത്രമാണ് അത് അവസാനത്തെ പടക്കമായിട്ട് പൊട്ടിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ പിന്നെയും കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്നത് അക്സാമ പൂത്തിരി പൊട്ടിക്കുന്നതാണ്. ഇത്ര കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.